EVM സൂക്ഷിക്കുന്ന മുറിയിൽ ആളുകളെയും കൊണ്ട് അത് കടത്താൻ ശ്രമിച്ച മുൻ മന്ത്രി കൂടിയായ BJP നേതാവിനെ ഇന്ത്യ മുന്നണി പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം ഉദ്യോഗസ്ഥർ തടഞ്ഞിരിക്കുന്നു. പരാജയ ഭീതി പൂണ്ട BJP നേതാവ് അവസാന രാത്രി കാട്ടിക്കൂട്ടിയ അതിക്രമം ആശങ്ക പരത്തിയിരിക്കുന്നു മഹാരാഷ്ട്രയിലെ കർജത്ത് ജാംഖേദ് മണ്ഡലത്തിലെ വോട്ടെടുപ്പിന് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമിലേക്കാണ് BJP പ്രവർത്തകർ നേതാവിന്റെ നേതൃത്വത്തിൽ അർദ്ധരാത്രി അതിക്രമിച്ച് കടക്കാൻ ശ്രമിച്ചത്. NCP ശരത് പവാർ നേതാവ് രോഹിത് പവാറാണ് ഈ നീക്കം തകർത്തത്. സിറ്റിംഗ് MLA കൂടിയായ രോഹിത് പവാർ ഇത്തവണയും ഇതേ മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്നു. BJP നേതാവും മുൻ മന്ത്രിയുമായ രാം ഷിൻഡെയുടെ നേതൃത്വത്തിൽ 30 പേരോളം വരുന്ന BJPയുടെ സംഘം രാത്രി സ്ട്രോങ് റൂമിലേക്ക് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. മഹാരാഷ്ട്രയിലെ കർജത്ത് ജാംഖേദ് മണ്ഡലത്തിലെ വോട്ടെടുപ്പിന് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമിലേക്ക് BJP പ്രവർത്തകർ അർദ്ധരാത്രി അതിക്രമിച്ചു കടക്കാൻ ശ്രമിച്ചു എന്ന വലിയ വാർത്ത മഹാരാഷ്ട്രയിലാകെ വലിയ ആശങ്ക പരത്തുകയാണ് ഉണ്ടായത്. NCP നേതാവ് രോഹിത് പവാറാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. അദ്ദേഹം ഇത്തവണയും ഇതേ മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുമ്പോൾ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നുള്ളൊരു വാർത്തകൾ പരന്നിരുന്നു. BJPയുടെ നേതാവും മുൻ മന്ത്രിയുമായ രാം ഷിൻഡെയുടെ നേതൃത്വത്തിൽ തന്നെ ഇങ്ങനെയൊരു നീക്കം നടത്തിയത് വലിയ രീതിയിൽ ആശങ്ക പരത്തി. കർജത്ത് ജാംഖേദ് മണ്ഡലത്തിലെ വോട്ടെടുപ്പിന് ശേഷം വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ച അഹല്യ നഗറിലെ സ്ട്രോങ് റൂമിലേക്കാണ് BJP പ്രവർത്തകർ അർദ്ധരാത്രി അതിക്രമിച്ചു കടക്കാൻ ശ്രമിച്ചത്. എന്നാൽ CRPFും NCP പ്രവർത്തകരും ഒപ്പം ചേർന്ന് ഈ ശ്രമത്തെ പരാജയപ്പെടുത്തുകയായിരുന്നു. വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിനെ സമീപിച്ചുവെങ്കിലും അവർ തങ്ങളോട് വളരെ മോശമായി പെരുമാറുകയാണ് ചെയ്തതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ നടപടി സ്വീകരിക്കണമെന്നും പ്രതീക്ഷയുണ്ട് എന്നാണ് പവാർ പറഞ്ഞിരിക്കുന്നത്. BJPയുടെ തെമ്മാടിത്തം അടുത്ത മണിക്കൂറിനകം തന്നെ ജനാധിപത്യ രീതിയിൽ ജനങ്ങൾ തന്നെ അവസാനിപ്പിച്ചു നൽകുമെന്ന മുന്നറിയിപ്പും രോഹിത് പവാർ ആ സമയത്ത് നൽകുകയുണ്ടായി. ഭരണകക്ഷിയായ മഹായുതി സഖ്യം വീണ്ടും അധികാരത്തിൽ വരുമെന്ന എക്സിറ്റ് പോളുകളാണ് പുറത്തു വന്നത്. എങ്കിലും അതെല്ലാം വെറും തട്ടിപ്പുകളെന്ന് വിശ്വസിക്കുകയാണ് ഇന്ത്യ സഖ്യം. പ്രതിപക്ഷത്തെ മഹാവികാസ് അഘാഡി എക്സിറ്റ് പോളുകളെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. NCPയും ശിവസേനയും പിളർന്ന ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ രാഷ്ട്രീയ നിരീക്ഷകർ പ്രത്യേക പ്രാധാന്യത്തോടെയാണ് തെരഞ്ഞെടുപ്പ് ഫലത്തെ നോക്കിക്കാണുന്നത്. എക്സിറ്റ് പോളുകൾക്കുള്ള വിശ്വാസം പോലും BJP നേതാക്കൾക്ക് തങ്ങളുടെ വിജയത്തിൽ ഇല്ലാതെ പോയതാണ് EVM സൂക്ഷിച്ച റൂമിൽ അർദ്ധരാത്രിയിൽ കടന്നുകയറി BJP നേതാവിന്റെ നേതൃത്വത്തിൽ അത് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് എന്ന് വ്യക്തമാകുന്നു.